നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ് ട്രബിളും ഗ്യാസ് പുറത്തു പോകാതെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പല പ്രശ്നങ്ങളും. അപ്പോൾ ഈ ഗ്യാസിനെ പുറത്ത് വിടുവിക്കാനായിട്ടുള്ള പരിഹാരമാർഗം എന്ന രീതിയിൽ നമുക്ക് യോഗയിലുള്ള ഒരു ആസനമാണ് പവനമുക്താസനം. അപ്പോൾ പവനനെ മുക്തി ചെയ്യുക, അതായത് പവനൻ എന്ന് പറഞ്ഞാൽ വായുവിനെ പുറന്തള്ളുക എന്നുള്ളതാണ് ഈ ആസനത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മുടെ ഒരു കുടുംബാംഗം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പവനമുക്താസനം കുറേ ഗുണങ്ങളാണ്. വെറുതെ കാറ്റിനെ അല്ലെങ്കിൽ ഗ്യാസിനെ പുറന്തള്ളുക മാത്രമല്ല, അല്ലാതെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ആസനമാണ്. നമുക്ക് പോകും വഴി അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ പവനമുക്താസനം ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ അതിന് പവനമുക്താസനം ചെയ്യാനായിട്ട് നമ്മൾ മലർന്ന് കിടക്കുക. മലർന്ന് കിടന്നിട്ട് കാല് രണ്ടും ആദ്യം മുമ്പോട്ടാക്കുക. അത് കഴിഞ്ഞ് വലത് കാലുയർത്തി ആദ്യം നമുക്ക് ഏകപാദ പവനമുക്താസനം ചെയ്യാം. അപ്പോൾ അതിന് വലത് കാലുയർത്തി മുട്ട് മടക്കി നെഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ട് രണ്ട് കൈകളും വിരലുകൾ കോർത്ത് മുട്ടിന്മേൽ വച്ചിട്ട് മെല്ലെ നെഞ്ചിലോട്ട് പുഷ് ചെയ്യുക. അപ്പോൾ ഈ വലത് കാല് നിവർന്ന് താഴെ പ്രസ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ പിടിച്ചിരുന്നിട്ട് 5 തവണയോ 10 തവണയോ ബ്രീത്ത് ചെയ്യുക. മെല്ലെ ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മെല്ലെ വലത് പാദം തറയിൽ വച്ചിട്ട് ഇടത് മുട്ട് നെഞ്ചിലേക്ക് കൊണ്ടുവന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് വലത് കാലം മുമ്പോട്ടാക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ബ്രീത്ത് ചെയ്യുക. അത്രയും തവണ തന്നെ. 5 തവണയാണ് നേരത്തെ ചെയ്തെങ്കിൽ 5 തവണ, അല്ല 10 തവണയാണെങ്കിൽ 10 തവണ. ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും കുറച്ചുകൂടെ മുട്ട് നെഞ്ചിലേക്ക് പ്രസ് ചെയ്യുക. അപ്പോഴേക്ക് വലത് കാലം ഉയർന്നു വരാതെ സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെ വീണ്ടും അങ്ങനെ ബ്രീത്ത് ചെയ്യുക. അപ്പോൾ ഇതും ഒരു കുറച്ച് തവണ ചെയ്തതിന് ശേഷം അതിനുശേഷം വലത് കാലും കൊണ്ടുവരിക. ഇങ്ങനെ ഓരോ മുട്ടിലും കൈകൾ കൊണ്ട് പിടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആലിംഗനം ചെയ്യാം. ആലിംഗനം ചെയ്തിട്ട് ഇവിടെ നിന്നിങ്ങനെ ബ്രീത്ത് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ അപ്പർ ബാക്കിലുള്ള കശേരുക്കൾക്കും കുറച്ചുകൂടെ അയവ് കൊടുക്കാനായിട്ട് നമുക്ക് തല ഉയർത്തി നെറ്റിത്തടം മുട്ടുകളിന്മേൽ തൊടാം. എവിടെയും ഇങ്ങനെ ഒന്ന് ബ്രീത്ത് ചെയ്യുക. 5 തവണ 10 തവണ ബ്രീത്ത് ചെയ്യാം. ചിലർക്ക് കഴുത്ത് പെട്ടെന്ന് ടയർഡാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തറയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ബ്രീത്ത് ചെയ്താൽ മതി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് മെല്ലെ കൈകൾ വിടിയിച്ച് കൈപ്പത്തികൾ താഴെ വെച്ച് കാൽപാദങ്ങൾ തറയിൽ വെച്ച് കാലുകൾ ഓരോന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുവന്ന് വിശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ യോഗ ആസനമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള മറ്റാസനകളും ചെയ്യാം. ശവ ഉദരാകർഷണമോ അല്ലെങ്കിൽ സുപ്ത ഉദരാകർഷണമോ ഒക്കെ ചെയ്യാം. കന്ദ്രാസനമൊക്കെ ചെയ്യാം. അല്ല, ഇത് മാത്രമാണ് ചെയ്യുന്നതെങ്കിലും ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെ തന്നെ റിലാക്സ് ചെയ്യാം. പക്ഷേ എൻ്റെ സജഷൻ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ കന്ദ്രാസനം നിർബന്ധമായും ചെയ്യുക. അപ്പോൾ അതിന് ശ്വാസം ഉള്ളിലേക്കെടുത്ത് അരക്കെട്ട് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് അരക്കെട്ട് താഴ്ത്തുക. അപ്പോൾ ഇത് തന്നെ ഒരു 4-5 തവണ ചെയ്യുമ്പോഴേക്ക് നമ്മൾ ഇത് പവനമുക്താസനം ചെയ്തപ്പോഴേക്ക് എന്തെങ്കിലും ടെൻഷൻ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ റിലീസ് ചെയ്യും. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള അല്ലെങ്കിൽ ട്രാപ്റ്റായിട്ടുള്ള ഗ്യാസ് പുറത്ത് പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കിന് നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് നല്ലൊരു സ്റ്റിമുലേഷൻ ഉണ്ടാകും. വളരെ റിലാക്സിങ്. ഇത് കഴിയുമ്പോഴേക്ക് നമ്മളിങ്ങനെ ഈ കന്ദ്രാസനം കൂടെ ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴേക്ക് നല്ല റിലാക്സിങ് ഫീലിംഗ് ഉണ്ടാകും. അപ്പോൾ അതായത് ശരീരത്തിന് മാത്രമല്ല, അത് മനസ്സിനും നല്ല ഗുണം ചെയ്യുന്ന ഒരു ആസനമാണ്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് ആകുലതയും ആങ്സൈറ്റിയും ടെൻഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ശരീരം മുഴുവനും കഷ്ടപ്പെടും. പക്ഷേ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് നമ്മുടെ ആന്തരിക അവയവങ്ങളാണ്. ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട
അവയവങ്ങളാണ്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് അവയ്ക്ക് നല്ലൊരു റിലീസ് ഉണ്ടാവും. അതൊപ്പം തന്നെ നമുക്കത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് നല്ലൊരു ശാന്തത അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ആസന ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അവസരം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുക. നമസ്തേ.